Hi all, welcome back to my channel. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12ലെ ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആ ചാപ്റ്ററിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ബൈ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു സെക്ഷനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വേണം ബാക്കിയുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2x² - 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2x² - 1 ഇതിനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനൊന്ന് നെയിം ചെയ്യാം. y is equal to സീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2x² - 1. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ നെയിം ചെയ്തു. ഇനി ഇതിലുള്ള എക്സിന് നമ്മളൊരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഓക്കെ, നേരത്തെ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ടാൻ തീറ്റ ആയിരുന്നു കൊടുത്തിരുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കോസ് തീറ്റയാണ്. ഇതിൽ നിന്ന് തീറ്റയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കുക. കോസ് ഫംഗ്ഷനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളത് ഈ എക്സിന് നമ്മളെടുത്ത വാല്യൂ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ y is equal to സീക്ക് ഇൻവേഴ്സ് ഓഫ് 1/2 x² പകരം എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ -1. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വാല്യൂ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് 2 cos square തീറ്റ -1 നമ്മൾ എന്ത് ചെയ്യുക? ഒരു റിസൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ +1 ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. 2 cos square തീറ്റ -1 എന്ന് പറയുന്നത് cos 2 തീറ്റ എന്നുള്ളത്, അതായത് 2 cos square തീറ്റ -1 ഈക്വൽ ടു cos 2 തീറ്റ. അപ്പോൾ ഇത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 cos square തീറ്റ -1ൻ്റെ റിസൾട്ടായ cos 2 തീറ്റ ഞാൻ ഈ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to സീക്ക് ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? 1/ അല്ലേ, ഡിനോമിനേറ്ററിലായിരുന്നു ഇവിടെ 2 cos square തീറ്റ -1 ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരമായ റിസൾട്ട് cos 2 തീറ്റ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1/ cos 2 തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ട്രിഗ്നോമെട്രിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നൊരു റിസൾട്ടാണ് 1/ cos തീറ്റ എന്നുള്ളത്. എന്താണ്? സീക്ക് തീറ്റയാണ്. കോസ് തീറ്റയുടെ റെസിപ്രോക്കലാണ് ആര്? സീക്ക് തീറ്റ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിക്കേ, 1/ cos 2 തീറ്റ അല്ലേ. തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നേ ഉള്ളൂ? 2 തീറ്റ വന്നേ ഉള്ളൂ. അപ്പോൾ ഈ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ ആക്കാം? സീക്ക് 2 തീറ്റ എന്നാക്കാം. അപ്പോൾ y is equal to സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് 2 തീറ്റ. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പം ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റിസൾട്ട് എന്താണ്? സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ആ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ഇതിനെ മാറ്റാമല്ലോ. സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പം സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് 2 തീറ്റ എന്ന് പറയുന്നത് നമുക്ക് y വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്? 2 തീറ്റ. ഓക്കെ, y ഇസ് ഈക്വൽ ടു നമ്മൾ തീറ്റയ്ക്ക് ഇത് ഇവിടെ ഓൾറെഡി നേരത്തെ ഒരു വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ്. അത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ y ഇസ് ഈക്വൽ ടു 2 × കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി, y ഈക്വൽ ടു 2 cos ഇൻവേഴ്സ് എക്സ്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? dy/dx ഇസ് ഈക്വൽ ടു d/dx ഓഫ് 2 cos ഇൻവേഴ്സ് എക്സ്. ഇത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റിനെ വെളിയിലിട്ടിട്ട് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ എന്ത് വരും? dy/dx ഇസ് ഈക്വൽ ടു 2 × d/dx ഓഫ് cos ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ. dy/dx ഇസ് ഈക്വൽ ടു 2 × cos ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/√1 - x² അല്ലേ. ഈ 2ഉം ഈ -1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? dy/dx ഇസ് ഈക്വൽ ടു -2/√1 - x² എന്നായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ. നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ നേരത്തെ ആദ്യത്തെ തുടക്കത്തിലെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ടാൻ തീറ്റ ആയിരുന്നു ഇട്ട് കൊടുത്തിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഏതിലാണ് നമ്മൾ കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത എക്സാമ്പിൾ. ഡിഫറൻഷിയേറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന് നമുക്കൊരു നെയിം ചെയ്യാം. y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു? നെയിം ചെയ്തു.
തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എക്സിന് കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ പോലെ തന്നെ കോസ് തീറ്റ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തീറ്റയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. കോസ് ഫംഗ്ഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? നമ്മൾ ഈ എക്സ് വാല്യൂ എക്സിന് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളെടുത്ത് ഈ വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എക്സിന് പകരം എന്താ ഇട്ട് കൊടുക്കണ്ടേ? കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഓരോ റിസൾട്ടുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് ഒരു റിസൾട്ടാണ്. അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ്. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നൊരു റിസൾട്ട് ഉണ്ട്. എന്താ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇത് നമുക്കറിയാവുന്ന റിസൾട്ടാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ ഈ കോസ് സ്ക്വയർ തീറ്റാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അത് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആവത്തില്ലേ? അപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ ഏതിൽ നിന്നാണ് റിസൾട്ട് വന്നതെന്നുള്ളത്? അപ്പോൾ ഈ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? ഇനി എന്താ? ഈ സൈൻ സ്ക്വയർ തീറ്റയുടെ റൂട്ട് എടുക്കാൻ പോവാ. സൈൻ സ്ക്വയർ തീറ്റയുടെ റൂട്ട് എന്താ? സൈൻ തീറ്റ അല്ലേ? അപ്പോൾ എന്ത് വരും? y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയുടെ റൂട്ട് എന്ത് വരും? സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിടുവാണ്. അതായത് സൈൻ തീറ്റയാണ് ഇപ്പുറത്തോട്ടും കോസ് തീറ്റയാണ് ഇപ്പുറത്തോട്ടും ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടൊരു റിസൾട്ടിൻ്റെ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് ഞാൻ അതിനെ എഴുതി. ഓക്കെ അല്ലേ? ഇനി ഇതിനൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 2 സൈൻ തീറ്റ കോസ് തീറ്റ. ഇതിന് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് സൈൻ 2 തീറ്റ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്ലസ് 1 പഠിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുകളാണ്. അപ്പോൾ ഇതാണ് നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് വരും? y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം സൈൻ 2 തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സെയിം റിസൾട്ടിലോട്ട് എത്തി. എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്താ? നമ്മൾ പഠിച്ചു, എക്സ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ എന്നുള്ളത് നമുക്ക് എന്തായിരിക്കും ഇവിടെ ആൻസർ കിട്ടുന്നത്? y ഇസ് ഈക്വൽ ടു 2 തീറ്റ നമുക്ക് കിട്ടും. therefore y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റയ്ക്ക് നമ്മളിവിടെ ഓൾറെഡി ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലെ തുടക്കത്തിൽ തന്നിട്ടുള്ള സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനെ നമ്മളിത് ഈ ഒരു ഫോമിലോട്ടാക്കി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? dy ബൈ dx ഇസ് ഈക്വൽ ടു d ബൈ dx ഓഫ് ഇവിടെ എന്താ? d ബൈ dx ഓഫ് 2 കോസ് ഇൻവേഴ്സ് എക്സ്. d ബൈ dx ഓഫ് 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇത് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? അപ്പോൾ കോൺസ്റ്റന്റിനെ നമുക്ക് വെളിയിലോട്ട് ഇടുമ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു d ബൈ dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ, therefore dy ബൈ dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്നുള്ളത്. ഈ 2 ഈ മൈനസ് 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ ആയില്ലേ? dy ബൈ dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രീവിയസ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ആൻസറും ഇത് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ എവിടേക്കാണ് റിസൾട്ടുകൾ അപ്ലൈ ചെയ്തതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത എക്സാമ്പിളാണിത്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പതിവ് പോലത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് നെയിം ചെയ്യാം. y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പം നമ്മളിതിനെ നെയിം ചെയ്തു. ഇനി എന്താ? നമുക്ക് ഇതിനകത്ത് എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് ഇട്ട് കൊടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്നുള്ള വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ടാൻ തീറ്റ കോസ് തീറ്റയൊക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ എന്നുള്ളൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് തീറ്റയ്ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട്
എ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ തീറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ ആദ്യം ഈ എനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ എന്നാകും. ഓക്കെ, ഇനി നമുക്ക് തീറ്റയ്ക്ക് വാല്യൂ കണ്ടുപിടിക്കാം. സൈൻ ഫംഗ്ഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എന്താ, നമ്മളെടുത്ത എക്സ് വാല്യൂ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വരുന്നത്? y is equal to, ഇത് ബ്രാക്കറ്റിൽ ഇട്ടേക്കണേ, y is equal to tan inverse of എക്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എ സൈൻ തീറ്റ കൊടുക്കുന്നത്. അപ്പം എ സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് പകരം എന്താ, ഇതെന്താ ഇട്ട് കൊടുക്കുമ്പോൾ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. രണ്ടിൻ്റെയും സ്ക്വയർ നമ്മൾ അവിടെ എടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് താഴത്തെ റൂട്ടിൻ്റെ അകത്തോട്ട് നോക്കിയേ. ഇവിടെ രണ്ടിടത്ത് ഒരു എ സ്ക്വയർ കോമൺ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ എ സ്ക്വയറിനെ ഒന്ന് കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to tan inverse of a sin theta by റൂട്ട് ഓഫ്, ഞാൻ എ സ്ക്വയറിനെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അപ്പോൾ ബാക്കി അകത്ത് എന്താ വരുന്നത്? ഇവിടുന്ന് എ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ മിച്ചം 1 മൈനസ് ഇവിടുന്ന് എ സ്ക്വയർ പുറത്തോട്ട് എടുത്ത് അവിടെ മിച്ചം എന്താ? സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ എന്ത് വരും ബ്രാക്കറ്റിനകത്ത്? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റൂട്ടിനകത്ത് നിന്ന് എ സ്ക്വയറിനെ വെളിയിലേക്ക് എടുക്കുക. അപ്പോൾ റൂട്ട് എ സ്ക്വയർ പുറത്ത് വരുമ്പോൾ റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ എന്താ? എ ആയിട്ട് മാറത്തില്ല. അതായത് എ സ്ക്വയറിൻ്റെ റൂട്ട് എ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് ബാക്കിയുള്ള സാധനം അങ്ങനെ തന്നെ എഴുതുക, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? ഇതേ ഇവിടെ ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് നമ്മൾ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുന്നേ ഈ എയും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മളിത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യുവാണ്. അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റയാണ്. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇത്, എങ്ങനെ വന്നതാ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അല്ലെങ്കിൽ തിരിച്ച് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റയാണ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക. അതായത് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള റിസൾട്ട് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ y is equal to tan ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുക്കാം. കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് എന്താ? കോസ് തീറ്റ അല്ലേ? അപ്പോൾ y is equal to tan ഇൻവേഴ്സ് ഓഫ് എന്താ വരുന്നത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് എന്ത്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ? ടാൻ തീറ്റ. അപ്പോൾ y is equal to tan ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്ത റിസൾട്ട് ആയില്ലേ? എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ റിസൾട്ട് അനുസരിച്ച് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? y is equal to tan ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ. അപ്പം എന്താ? തീറ്റയല്ല ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ y is equal to തീറ്റയ്ക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഓക്കെ, അപ്പോൾ അത് നമ്മളവിടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ നമുക്ക് എന്താ? വൈക്ക് ഒരു വാല്യൂ കിട്ടി, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ. ഇനി നമുക്ക് ഇതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വരുമായിരിക്കും? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ വരുന്നത്? dy by dx is equal to d by dx of sin inverse x by a. ഇവിടെ നോക്കിക്കേ, നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റിസൾട്ട് എന്താ? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിന് പഠിച്ചിട്ടുള്ള റിസൾട്ട്. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്താണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? എക്സ് മൈനസ് എക്സ് ബൈ എ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം? എക്സ് ബൈ എ ഇട്ട് കൊടുക്കണം. അതായത് സെയിം സാധനം തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ എ വന്നേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? dy by dx is equal to സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ അല്ലേ? എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്താ? എക്സ് ബൈ എ. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ചെയിൻ റൂൾ അനുസരിച്ച് എന്താ? അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണ്ടേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ എ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ dy by dx is equal to 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആ രീതിയിൽ ഞാനിതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇൻറ്റു ഇവിടെ നോക്കിയേ, ഈ എക്സ് ബൈ എനെ ഞാൻ ഡി ബൈ ഡി എക്സ് ഓഫ്
1/a ഇൻറ്റു എക്സ് എന്ന് എഴുതുക. ഈ 1/a എന്ന് പറയുന്നത് എന്താ, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോർമാറ്റിൽ വരുമ്പോൾ നമുക്ക് എന്താ, കോൺസ്റ്റൻറ്റിനെ വെളിയിലിട്ടിട്ട് എക്സിൻ്റെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, dy/dx is equal to 1/√, ഇവിടെ നോക്കിക്കേ, ഞാൻ ഇവിടെ എന്താ എഴുതിയത്, x²/a² എന്നാക്കിയില്ല ഇതിനെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അതായത് a² × 1 a². അപ്പോൾ a² - x²/a² എന്ന് എഴുതാൻ പറ്റത്തില്ല ഇതിനെ. അതായത് a² - x²/a². ഞാൻ അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അതിൻ്റെ അകത്ത് തന്നെ. ഇവിടെ എന്ത് വരും, 1/a ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ബാക്കിയുള്ളത് ഇവിടെ 1/a ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അത് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ dy/dx is equal to 1/√, a² - x². ഈ a² ഞാൻ റൂട്ടിൻ്റെ വെളിയിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും, റൂട്ടിൻ്റെ വെളിയിലോട്ട് ഞാൻ എടുത്തു. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും എന്താ, അത് a ആയിട്ട് മാറും. ഓക്കെ അല്ലേ, റൂട്ടിൻ്റെ വെളിയിലെടുത്തപ്പോൾ അത് a ആയിട്ട് മാറി. ഓക്കെയാ, ഓക്കെ, ഇൻറ്റു 1/a. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തിലോട്ട് പോകും, ന്യൂമറേറ്ററിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ സാധനം നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ dy/dx is equal to എന്ത് വരും, a/√, a² - x² ഇൻറ്റു 1/a. ഈ എയും ഈ എയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും, dy/dx is equal to 1/√, a² - x² എന്ന് വരും. കണ്ടോ, ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ മുതലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് മുതലാണ് നമുക്കൊരു ടഫ് ഫീൽ ചെയ്യുന്നത്. ടഫായിട്ടൊന്നും ഇല്ല, എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ x/a വന്നെന്നുള്ളൂ, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളൊന്ന് നോക്കി പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇന്ന് 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. 3 തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്